എല്ലാ കൂട്ടുകാർക്കും 4ാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പരിസര പഠനത്തിലെ വയലും വനവും എന്ന പാഠം എന്താണെന്ന് നോക്കാം. വയലും വനവും. ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. മത്സ്യം എന്താണ് അണ്ണാനോട് ചോദിക്കുന്നത്? നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? തവള എന്തോ പറയുന്നുണ്ടല്ലോ. വെള്ളത്തിലിറങ്ങിയാൽ അണ്ണാന് എന്ത് ഗതിയാവും? അണ്ണാൻ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? മരത്തിൽ ഓടിക്കയറാനും ചില്ലകളിൽ ചാടിക്കളിക്കാനും നിനക്കാവുമോ? മത്സ്യത്തിന് കരയിൽ ജീവിക്കാനും സഞ്ചരിക്കുവാനും കഴിയുമോ? നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അറിയാമോ? നമ്മളെല്ലാവരും മത്സ്യത്തെ കാണാറുണ്ട്. ഇതാ ഒരു മത്സ്യം. എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ മത്സ്യത്തിന്? അതിൻ്റെ രൂപമെല്ലാം നോക്കൂ. വെള്ളത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ പോലെ തന്നെയാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ജീവിക്കും അതിൻ്റെ ചുറ്റുപാടിനനുസരിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് അനുകൂലനം എന്ന് പറയുന്നു. മനസ്സിലായോ? ഒരു ജീവിക്ക് വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് അനുകൂലനം. ശരി, മത്സ്യത്തെ നമുക്ക് നോക്കാം. മത്സ്യത്തിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാമോ? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, ശകുലങ്ങൾ ഉപയോഗിച്ച് മത്സ്യം ശ്വസിക്കുന്നു, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, നിരയായി ക്രമീകരിക്കപ്പെട്ട ശൽക്കങ്ങൾ, ചെവികൾ, കഴുത്ത് എന്നിവയില്ലാത്തതിനാൽ ജലത്തിൽ തടസ്സമില്ലാതെ സഞ്ചരിക്കാം. ഇതെല്ലാം മത്സ്യത്തിൻ്റെ അനുകൂലനങ്ങളാണ്. മത്സ്യത്തിന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും അനുകൂലനങ്ങളുണ്ട്. മറ്റു ജീവികൾക്കുമുണ്ട് അനുകൂലനങ്ങൾ. നമുക്ക് നോക്കാം. ഇതാ ഒരു താമര. താമരയും ആമ്പലും പോലെയുള്ള ജലസസ്യങ്ങൾക്കും അനുകൂലനങ്ങളുണ്ട്. ആമ്പൽ, താമര തുടങ്ങിയവയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് പറയാമോ? വെള്ളത്തിലാണെങ്കിലും അവ ചീഞ്ഞു പോകുന്നില്ല. തണ്ടിലും ഇലയിലും വായുറകളുണ്ട്. ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇലയിൽ മെഴുകുപോലെയുള്ള ആവരണവുമുണ്ട്. ഇതെല്ലാം ജലസസ്യങ്ങൾക്ക് ദൈവം നൽകിയ അനുകൂലനങ്ങളാണ്. ഇതുപോലെ മറ്റു ജീവികൾക്കുമുണ്ട്. ആമയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ആമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പറഞ്ഞു നോക്കൂ. വെള്ളത്തിൽ അനായാസം തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന തുഴ പോലുള്ള കാലുകളുണ്ട്. ജലാശയത്തിൽ മുങ്ങാനും ഉയർന്നു വരാനുമുള്ള കഴിവ് ആമയ്ക്കുണ്ട്. ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ ഏറെ നേരം നിൽക്കാനുള്ള കഴിവും ആമയ്ക്കുണ്ട്. ഇതുപോലെ എല്ലാ ജീവികൾക്കുമുണ്ട് അവയുടെ അനുകൂലനങ്ങൾ. നമുക്ക് തവളയുടെ കാര്യം നോക്കാം. എന്തൊക്കെയാണ് തവളയുടെ
അനുകൂലനങ്ങൾ പറയാമോ? വേഗത്തിൽ തുഴയാൻ സഹായിക്കുന്ന ബലമേറിയ പിൻകാലുകൾ, തുഴയാൻ ചർമ്മബന്ധിതമായ വിരലുകൾ, ത്വക്കുപയോഗിച്ച് ശ്വസിക്കാനുള്ള കഴിവും തവളയ്ക്കുണ്ട്. വെള്ളത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും നല്ല കാഴ്ചശക്തിയാണ് തവളയ്ക്ക്. ഇതെല്ലാം നിങ്ങൾക്കറിയാമായിരുന്നോ? ഇനിയും ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് മറ്റു ചില ജീവികളുടെ അനുകൂലനങ്ങൾ കൂടി നോക്കാം. ഇതാ താറാവ്. എണ്ണമയമുള്ള തൂവലുകൾ, വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായ വിരലുകൾ, ഇതെല്ലാം താറാവിന്. മുതലയ്ക്കോ ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതി, തുഴയാൻ കഴിയുന്ന നീണ്ട വാൽ. നീർക്കോലിക്ക് വെള്ളത്തിൽ തുഴഞ്ഞു സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം. ഉരസ്സിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നതും നീർക്കോലിയുടെ കഴിവാണ്. ഇനിയുമുണ്ട് ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റും. അവയെ കുറച്ചുകൂടി നമുക്ക് നോക്കാം. പരുന്തന് വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകളാണ്. ഇരയെ കോർത്ത് പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞ് മൂർച്ചയേറിയ നഖങ്ങളുണ്ട്. കൊക്കിന് നീളമേറിയ കാലുകൾ, നീളം കൂടിയ കഴുത്ത്, നീണ്ടു കൂർത്ത കൊക്കുകൾ. അണ്ണാൻ മൂർച്ചയേറിയ നഖങ്ങൾ മരങ്ങളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്നു. ശത്രുജീവികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിറം. മരം കൊത്തി മരത്തിൽ കയറാൻ സഹായിക്കുന്ന തരത്തിൽ നഖങ്ങളോട് കൂടിയ പാദങ്ങൾ, ബലമേറിയ കൊക്ക് ഇര തേടുന്നതിന് സഹായകമാണ്. അപ്പോൾ അനുകൂലനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയോ? ഓർമ്മയുണ്ടോ എന്താണ് അനുകൂലനങ്ങൾ? ഓർമ്മിക്കണം, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നു. പറഞ്ഞു നോക്കൂ. അതെ, ഒരു ജീവിക്ക് വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളാണ് അനുകൂലനങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ 4ാം ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.